ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. മക്കൾ വന്നു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു ചർച്ചയും ഇവിടെ നടക്കരുത് കേട്ടല്ലോ. അവരറിയാനും പാടില്ല. ഓക്കെ? അല്ല പപ്പ, അത് പിന്നെ ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, പറഞ്ഞതന്നെ അനുസരിച്ചാൽ മതി. ഓക്കെ പപ്പ പറഞ്ഞ പോലെ എന്നാ വായോ. എന്താ ചായ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വിളിച്ചു വിടുന്നേ? പപ്പ സംസാരിക്കുന്നതിനിടയിൽ കയറി ഇനി മേലെ സംസാരിക്കരുത്. സോറി ചായ, ഞാൻ പെട്ടെന്നൊരു ഇതിലാണ്ട് ചോദിച്ചതാണ്, ഒന്നും മനസ്സിലായിട്ടല്ല. ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇനി ആവർത്തിക്കരുത്. എന്നാ ശരി, നീ വിടണം. മോളെ അന്ന, ആ മാമി വാ, കേറി വാ. എന്താ മോളെ, നീ കരയായിരുന്നോ? അല്ലമ്മ, കരഞ്ഞിട്ടൊന്നുമില്ല. മമ്മക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. മമ്മി മോളെ, നീ അത് കാര്യമാക്കി എടുക്കണ്ട. അവൻ അങ്ങനെയാണ്. അവൻ നിന്നോട് എന്താ പറഞ്ഞിട്ടുള്ളത് എന്നും മമ്മിക്ക് അറിയത്തില്ല മോളെ. പക്ഷേ അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മച്ചി, ഞാൻ വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതല്ല. മമ്മക്കത് മനസ്സിലായിക്കണം മോളെ, നീ അത് വേണിച്ച് ചെയ്തല്ലാന്ന്. പക്ഷേ അവന് പപ്പയുടെ കാര്യത്തിൽ കുറച്ച് പൊസസീവ്നെസ് കൂടുതലാണ്. പപ്പ എന്ന് വെച്ചാൽ നിനക്ക് അറിഞ്ഞൂടെ? അതുപോലെ തന്നെ ഏത്തയും പപ്പ എന്ന് പറഞ്ഞ ജീവനാണ്. അവരിടയിൽ ചിലപ്പോൾ എന്നെ തന്നെ കൂട്ടത്തില്ല അവര്. മമ്മി, ഞാൻ ഇച്ചാനെ വിളിച്ചിട്ട് ഇച്ചാൻ നിന്നില്ല. എന്നോട് നല്ല ദേഷ്യം. ഇന്നേ വരെ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല. മോളെ, ഞാൻ പറഞ്ഞില്ലേ, അത് കുറച്ച് കഴിഞ്ഞാൽ മാറും. അവൻ അങ്ങനെയാണ്. പപ്പ സംസാരിക്കുന്നിടയിൽ ആര് സംസാരിച്ചാലും ഇഷ്ടപ്പെടില്ല അവന്. അതിപ്പോൾ ഞാനാണെങ്കിലും. തേയ പിന്നെ അവൻ്റെ സ്വത്തല്ലേ, അത് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ മമ്മി? ഇച്ചാനോട് മിണ്ടൂല? എരിപ്പൊട്ടി, നിന്നോട് മിണ്ടാണ്ടിരിക്കാൻ അവന് പറ്റൂടി. അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടല്ലേടി. ശരിക്കും മമ്മി. പിന്നെ അവൻ നിന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിന്നെ സജഷൻ ചെയ്തത് ആരാന്നറിയാം? സജഷനും എന്താ മമ്മി പറയണേ? മനസ്സിലായില്ല മോളെ. നിന്നെ പ്രേമിച്ച് കേട്ടാൻ ആരാ പറഞ്ഞത് എന്ന് മനസ്സിലായോന്ന്? അപ്പൊ ഒരാളെ പറഞ്ഞിട്ടാണോ ഇച്ച നിന്നെ പ്രേമിച്ച് കെട്ടിയത്? മമ്മി എന്താ വിളിച്ച് പറഞ്ഞേ? മമ്മി ചിരിക്കാണ്ട് കാര്യം പറഞ്ഞേ. മനുഷ്യ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ മമ്മി ഒന്ന് ചിരിക്കാം. പറ മമ്മി, നിന്റെ നാത്തൂനില്ലേ, ഒരേ ഒരു നാത്തൂന്, ആ തേയ, അവള് പറഞ്ഞേ എനിക്ക് എൻ്റെ നാത്തൂനായിട്ട് ഈ അന്നയെ മതിയെന്ന്. ഇതൊക്കെ എപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആടിമോളെ, അവളുടെ ഒരേ നിർബന്ധം. പിന്നെ 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 എൻ്റെ മോൻ നിന്നെ കണ്ടപ്പോ ഫ്ലാറ്റായി. അപ്പൊ അവൻ സമ്മതിക്കുകയും ചെയ്തു. ഇങ്ങനൊക്കെ തന്നെ എഴുതി നടന്നിട്ടുണ്ടല്ലേ. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതൊക്കെ പോട്ടെ. പിന്നെ മോളുറങ്ങല്ലേ? ആ മമ്മി, മോളുറങ്ങാണ്. എന്നാ നീ കിടന്നു. അവനെന്തായാലും ഇന്ന് ഇങ്ങോട്ട് വരില്ല. അതെന്താ മമ്മി അങ്ങനെ? ഇച്ച ഇങ്ങോട്ട് വരാത്ത എന്താ? അത് പിന്നെ മോളെ, അവൻ എന്തെങ്കിലും മനസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പപ്പയുടെ കൂടെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അവൻ ഇന്ന് ഞങ്ങളുടെ കൂടെ ആയിരിക്കും. ഓക്കെ മമ്മി. പിന്നെ മോളെ, എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് നിന്റെ കെട്ടിയൊന്നും കേട്ടാ. അപ്പോൾ നീ പറയിട്ടാവണ്ട, കിടന്നുറങ്ങും കേട്ടോ. ഗുഡ് നൈറ്റ്, ലവ് യു. താങ്ക് യു മമ്മി. ഗുഡ് നൈറ്റ്, ലവ് യു ടു. ചായ ഇപ്പോൾ എന്നോട് പണക്കത്തില്ല. ഞാൻ ആരോടും പിണക്കത്തിലൊന്നുമില്ല. എനിക്ക് എന്താണ്? ആ ഓക്കെ, ഞാൻ സോറി അക്സെപ്റ്റ് ചെയ്തു. ഇനി എന്താ വേണ്ടി? എന്താ വേണ്ടിന്ന് ചോദിച്ചാ എന്താ ഞാൻ പറഞ്ഞേ? പിന്നെ അവനെ കുരുത്തക്കേടിനാണെങ്കിൽ ഞാൻ ചവിട്ടി പറഞ്ഞേ കൂട്ടു. ചെറിയ കുരുത്തക്കേടാണ് കുട്ടിക്കോ? അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ തന്നെ ഇവിടെ സ്ഥലം വിട്ടു. അതാണ് എനിക്ക് നല്ലത്. ഞാൻ പറയൂ, നീ ഒക്കെ ഒരു പക്ഷേ എനിക്ക് പകരം വേറെ ആളായിരുന്നെങ്കിൽ ഇച്ചാൻ അവളെ കിട്ടിയിരുന്നില്ല. ഓ, അപ്പൊ മമ്മി എല്ലാം വിളമ്പി തന്നിട്ടുണ്ടല്ലേ നിനക്ക്? മമ്മി ഒന്ന് കാണട്ടെ ഞാൻ. ഇനി മമ്മീനോട് പോയിട്ട് ചോദിക്കാനൊന്നും നിൽക്കണ്ട കേട്ടല്ലോ. നിങ്ങൾ തന്നെയല്ലേ അമ്മമ്മീനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്? അതിനിപ്പോ ഞാൻ എന്താ വേണ്ടി പറ. ഇനി ഞാൻ എന്താ വേണ്ടീന്ന്? അത് പിന്നെ അതിനൊന്നും വേണ്ട. പിന്നെ എന്തിനാ നീ എന്നെ ഇവിടെ നിർത്തിച്ചേ? പറ, ഞാനൊന്നും ചെയ്യണ്ടേ നിന്നെ? എന്നാ എന്തൊരു കിശുതാ അല്ല.
വന്ന് വന്ന് ആളും തരം നോക്കായിട്ട് ചോദിക്കാൻ തുടങ്ങി. ഓ പിന്നെ അതിനെന്താ, ഞാൻ എന്റെ കെട്ടിയനോടല്ലേ കിട്ടിയത്, അല്ലാണ്ട് വേറെ ആരോടല്ലോ. നിനക്ക് തരാൻ പറ്റില്ലേ? പറ്റോ ഇല്ലേ? നിങ്ങൾ എന്താണ് ഒരു കുപ്രായം കാട്ടുന്നത്? താവേ മനുഷ്യ. ഓ ഇന്ന് എനിക്കൊരു മൂടില്ല മോളെ, അത് പിന്നെ നോക്കാട്ടോ. ഇച്ചായ ഇച്ചായ ഇവൾക്കിതെന്ത്? ഇച്ചായ എന്നെ ഒന്ന് നോക്കിച്ചായ. അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് മൈൻഡെങ്കിലും ആക്കണം, കാട്ടുമാക്കാൻ പൂച്ചേ. ഇങ്ങോട്ട് വാടി മരുമ്പുന്നെ. നീ കവിതകളാ കനവുകളാ കയൽവിഴിയേ നിகழ்வதுவா கடந்ததுவா பதில் மொழியே உன்னோடு நெஞ்சம் உறவாடும் வேளை தண்ணீர் கமலம்